ഹലോ, നമുക്ക് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ. ഇന്ന് ഞങ്ങൾക്ക് 2 പേർക്കും ഹോളിഡേ ആണ് കേട്ടോ. ഈ ദിവസത്തിന് പ്രത്യേകത ഇന്നാണ് ഞങ്ങളുടെ ഓർണമെൻറ്റ്സിൻ്റെ ഷൂട്ട്, വീഡിയോസ് ഷൂട്ട് ചെയ്യണത്, പിന്നെ ഞങ്ങളുടെ പലതരത്തിലുള്ള കുക്കിങ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അപ്പോൾ രാവിലെ തന്നെ എല്ലാ പണിയും കഴിഞ്ഞ് അടിച്ചുവാരി തുടക്കലൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ജോബ് ചേട്ടൻ പറഞ്ഞ തലയിൽ കുറച്ച് എണ്ണയൊക്കെ ഇട്ടൊന്ന് മസാജ് ചെയ്ത് തരുന്നത്. അപ്പോൾ എനിക്കിത് എണ്ണ തേക്കാൻ താല്പര്യമില്ല, ആൾ നിർബന്ധിച്ച് കുറച്ച് എണ്ണയൊക്കെ തേപ്പിച്ചു. അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും പുള്ളിക്കാരെന്താ ഇന്നത്തെ കുക്കിംഗ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. നമ്മളിന്ന് പോർക്കാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചില്ലി പോർക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത് പോർക്ക് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി, കാശ്മീരി മുളക് പൊടി, പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഉപ്പ്, അതുപോലെ തന്നെ കോൺഫ്ലവർ ഒക്കെ ചേർത്ത് നല്ല രീതിയിൽ മാരിനേറ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെച്ചിട്ട് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ചില്ലി പോർക്ക് ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഡീപ്പ് ഫ്രൈ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. നോർമലി നമ്മൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് നമ്മൾ കുക്കറിൽ കുറച്ച് വിസിലടുപ്പിച്ച ശേഷം കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നല്ല ഫ്രൈ ആയി കിട്ടും. എനിക്ക് ഡീപ്പ് ഫ്രൈ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. സെയിം വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ നമ്മുടെ വേപ്പില, അതുപോലെ തന്നെ നീളത്തിലരിഞ്ഞ് നമ്മുടെ മുളക്, പിന്നെ തേങ്ങാക്കൊത്തും കൂടി ഫ്രൈ ചെയ്തെടുക്കുകയാണ്. പിന്നെ നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെളിച്ചെണ്ണയിൽ നിന്ന് കുറച്ചും കൂടി എടുത്ത് മാറ്റി, ഇത്രയും വെളിച്ചെണ്ണയുടെ ആവശ്യമില്ലല്ലോ, അതിന് സബോള ഉപ്പിട്ടിട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കുകയാണ്. വഴണ്ടി വരുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്തേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തു. എല്ലാം സെറ്റാക്കിയ ശേഷം നന്നായിട്ട് വഴണ്ടി വന്ന ശേഷം നമ്മൾ എല്ലാ പൊടികളും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചേർക്കുകയാണ്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, സോയാ സോസ്, അങ്ങനെ എല്ലാം കൂടി ചേർത്ത് നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക. അങ്ങനെ വഴണ്ടി വരുമ്പോഴത്തേക്കും നമ്മുടെ ഫ്രൈ ചെയ്ത പോർക്കും കൂടി ആഡ് ചെയ്യുക. പിന്നെ കുറച്ച് വെള്ളത്തിൽ കോൺഫ്ലവർ കലക്കിയിട്ട് ഒഴിക്കുക കേട്ടോ. പിന്നെ ഉപ്പിൻ്റെയൊക്കെ കുറവുണ്ടെങ്കിൽ നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും നമുക്ക് കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ കിട്ടുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കടയിലൊക്കെ വാങ്ങി കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടും. സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ ജോബിൻ ചേട്ടൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ജോബിൻ ചേട്ടൻ എനിക്ക് എപ്പോഴും ഫുഡ് ഉണ്ടാക്കി തരാൻ ഭയങ്കര ഇഷ്ടമാണ്. ആൾക്ക് ലീവുള്ള ദിവസങ്ങളിൽ ആളിങ്ങനെ ഒരുപാട് ഫുഡ് പരീക്ഷിച്ചിട്ട് എനിക്ക് ഉണ്ടാക്കി തരും. നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ആളുണ്ടാക്കി തരുന്ന ഫുഡുകളൊക്കെ കഴിക്കാനായിട്ട്. സൺഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് ഹോളിഡേയ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുക്കിങ്ങാണ് മെയിനായിട്ട് ഉണ്ടാവുക. ഒരുപാട് വെറൈറ്റി റെസിപ്പീസ് എനിക്ക് ഉണ്ടാക്കി തരാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നത്തെ ഡെയിലി വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ അത്രേ ഉള്ളൂ, ടാറ്റാ.